ഹായ് എവരി വൺ, അസ്സലാമു അലൈക്കും. ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ് ഗ്രേറ്റ്. ആൻഡ് ഞാൻ ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. എല്ലാവർക്കും സുഖമാണ്. അപ്പൊ നമ്മള് ലാസ്റ്റ് ഈദ് ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ചെയ്തപ്പോൾ കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതാട്ടോ, ഹിജാബ് ട്യൂട്ടോറിയൽ ചെയ്യോ, ഹിജാബ് സ്റ്റൈൽ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ ചെയ്യുന്ന 2-3 ഹിജാബ് സ്റ്റൈൽസ് ഉണ്ട്, അപ്പൊ അതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ മോസ്റ്റ്ലി നമ്മളെല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഹിജാബിന്റെ അണ്ടർ സ്കാർഫ് എങ്ങനെയാണ് ചെയ്യുന്നത്, ഉള്ളില് എങ്ങനെയാണ് ഇത്രയും വോളിയത്തിൽ നമ്മൾ ചെയ്യുന്നത് എന്നൊക്കെ. അപ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉള്ള ഒരു കാര്യമാണ്. ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അതെങ്ങനെ ചെയ്യണത് ഉള്ളിൽ എന്നുള്ളത്. അപ്പൊ അതിനെ പറ്റിയിട്ടും ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാന്ന് വിചാരിച്ചു. എങ്ങനെയാണ് വോളിയം ചെയ്യുന്നത് എന്ന്, ഹിജാബിന്റെ അണ്ടർ സ്കാർഫ് എങ്ങനെയാണ് വോളിയം ചെയ്യുന്നത് എന്നുള്ളത് കൂടി പറഞ്ഞുതരാന്ന് വിചാരിച്ചിട്ടോ. അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും വീഡിയോ കാണുക, കണ്ടിഷ്ടമായിരുന്നെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. സോ വെൽക്കം ബാക്ക് ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് തസ്ലിക്കാബ്സ് യൂട്യൂബ് ചാനൽ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹിജാബിന്റെ അണ്ടർ സ്കാർഫ് വോളിയം ചെയ്യുന്നതിലാട്ടോ കൂടുതൽ കാര്യങ്ങൾ ഇരിക്കുന്നത്. അതായത് നമ്മുടെ ഹിജാബ് ഇത്രയും കറക്റ്റ് ആയിട്ട് നിൽക്കുന്നതിനും ഒക്കെ കാരണം ഇതിന്റെ ഉള്ളിൽ നമ്മൾ ചെയ്യുന്ന ടർബൻ ആണ്. അപ്പൊ ടർബൻ എങ്ങനെ ചെയ്യാന്നുള്ളതും പിന്നെ ഉള്ളിൽ എങ്ങനെയാണ് ഹെയർ ബൺ ചെയ്ത് വെക്കുക എന്നുള്ളതാട്ടോ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. നമുക്ക് ബേസിക് ആയിട്ട് ഒരു ഹിജാബ് സ്റ്റൈലിങ്ങിന് ആവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ കൂടി ഞാൻ കാണിച്ചു തരാം. അതേപോലെ തന്നെ എന്റെ ഹിജാബ് കളക്ഷനും കൂടി കാണിച്ചു തരാം കേട്ടോ. അണ്ടർ സ്കാർഫ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബേസിക് ആയിട്ട് വേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഇതുപോലത്തെ സ്ക്രഞ്ചീസ് ആണ്. അതായത് ബൺസിൽ തന്നെ കുറച്ച് വോളിയം കൂടിയ ഐറ്റാട്ടോ ഇത്. ഇതുകൊണ്ടാണ് നമ്മൾ ഹെയർ ബൺ ചെയ്ത് വെക്കുന്നത്. കുറച്ച് കാലം മുമ്പ് വരെ നമ്മൾ ക്രാബ്സ് ആണ് യൂസ് ചെയ്തിരുന്നത്. പക്ഷെ ക്രാബ്സ് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ഡിസ്കംഫർട്ടാണ്. അതുപോലെ തന്നെ ഒരുപാട് നമുക്ക് ബാക്കിലേക്ക് പൊങ്ങി നിൽക്കുന്നത് പോലെ തോന്നും. അത് ഇപ്പോഴത്തെ ഒരു ഇതിൽ അത് അത്ര ട്രെൻഡല്ല, പിന്നെ അത് അത്ര കാണാനും വലിയ ഒരു രസമില്ലാത്തൊരു സംഭവമാട്ടോ. അപ്പൊ അതിന് പകരമാണ് ഇതുപോലത്തെ കുറച്ച് വോളിയം കിട്ടുന്ന ബൺസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൽ തന്നെ ഇങ്ങനത്തെ വൂൾ ടൈപ്പിലുള്ളതുണ്ട്, അതുപോലെ തന്നെ ക്ലോത്ത് ടൈപ്പിലുള്ളതുണ്ട്. ഇത് ക്ലോത്ത് ടൈപ്പിലുള്ളതാട്ടോ. ഇതുപോലെ തന്നെ സാറ്റിൻ ക്ലോത്തിൽ വരുന്ന സ്ക്രഞ്ചീസും അവൈലബിൾ ആണ്. ഇങ്ങനത്തെ ക്ലോത്ത് ടൈപ്പ് യൂസ് ചെയ്യുന്നതാവും ഇതിനേക്കാളും ബെറ്റർ വരും. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് കുറച്ചുകൂടി ഫേവറേറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇതാട്ടോ. നമ്മളുടെ ഹെയർ ഒന്നും ഇതിൽ അധികം കുടുങ്ങില്ല. ഇതിലാണെങ്കിൽ ഹെയർ കുടുങ്ങാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ സ്ക്രഞ്ചീസ് നമ്മൾ യൂസ് ചെയ്തിട്ട് ഹെയർ ബൺ ചെയ്ത് വെക്കണം കേട്ടോ. ഫസ്റ്റിൽ തന്നെ ചെയ്യേണ്ട കാര്യമാണ് ഹെയർ ബൺ ചെയ്ത് വെക്കുക. അതിനുശേഷം പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അണ്ടർ സ്കാർഫ്. അണ്ടർ സ്കാർഫ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും ഹിജാബ് സ്റ്റോർസിലും അതുപോലെ തന്നെ അബായ ഷോപ്സിലൊക്കെ അവൈലബിൾ ആണ് അണ്ടർ സ്കാർഫ്സ്. അണ്ടർ സ്കാർഫ്സ് 2 ടൈപ്പിൽ വരുന്നുണ്ട് കേട്ടോ. ഒന്ന് ഇതുപോലെ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് വരുന്നുണ്ട്. ഇതിങ്ങനെ ജസ്റ്റ് നമ്മൾ കഴുത്തിൽ കൂടെ ഇട്ടിട്ട് ഇങ്ങനെ ബാക്കിലേക്ക് വലിച്ചു വെക്കുന്നതാണ്. അല്ലാതെ ഇതുപോലെ ടൈ ചെയ്യാൻ പറ്റുന്ന അണ്ടർ സ്കാർഫ്സും വരുന്നുണ്ട് കേട്ടോ. ഇത് ടൈ ചെയ്തിട്ട് ബാക്കിലേക്ക് കെട്ടി വെക്കാൻ പറ്റുന്ന അണ്ടർ സ്കാർഫ്സും ഉണ്ട്. ഞാൻ റെക്കമെൻഡ് ചെയ്യുക ഇതാണ് കേട്ടോ. കാരണം ഇത് നമുക്ക് നല്ല സെക്യൂർ ആയിട്ടിരിക്കും. ഇത് കുറച്ച് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിലേക്ക് ഇങ്ങനെ സ്ലിപ്പ് ചെയ്ത് പോവാനുള്ള ചാൻസ് കൂടുതലാട്ടോ. അപ്പൊ നമ്മളുടെ ഈ ഹിജാബ് ചെയ്തതൊക്കെ ഇങ്ങനെ കുറച്ചൊക്കെ ടൈം കഴിയുമ്പോൾ ബാക്കിലേക്ക് ഇങ്ങനെ പോയി നിൽക്കും. അതിന്റെ ആ ഒരു ഭംഗി പോവും. അപ്പോൾ ഇതിനേക്കാളും ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇതാണ് കേട്ടോ. പിന്നെ വേണ്ടത് ഇതിലത്തെ കളേഴ്സ് ആണ്. അതായത് നമ്മൾ കൂടുതലും ന്യൂട്രൽ ഷെയ്ഡ്സിലുള്ള ഹിജാബ്സ് ഒക്കെ യൂസ് ചെയ്യുക. അതായത് വൈറ്റ്, ബേജ്, ഓഫ് വൈറ്റ് അങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരു വൈറ്റ് അണ്ടർ സ്കാർഫ് മസ്റ്റ് ആണ്. അതുപോലെ തന്നെ ന്യൂട്രൽ ഷെയ്ഡിലുള്ളത്. ഇപ്പൊ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ന്യൂട്രൽ ഷെയ്ഡിലുള്ള അണ്ടർ സ്കാർഫ് ആണ്. ഇതും നമ്മളുടെ കയ്യിൽ ഒരെണ്ണം ആവശ്യമാണ്. അതുപോലെ തന്നെ ഒരു ബ്ലാക്കും. ഇത് മിനിമം ബേസിക് ആയിട്ട് നമ്മളുടെ കയ്യിൽ വേണ്ട അണ്ടർ സ്കാർഫ്സിന്റെ കളർ ആട്ടോ. ഇനി നിങ്ങൾക്ക് എത്ര കളർ വേണമെങ്കിലും വാങ്ങാം. നിങ്ങളുടെ ഓരോ സ്കാർഫിന് മാച്ച് ആയിട്ട് വേണമെങ്കിൽ അണ്ടർ സ്കാർഫ് വാങ്ങാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാട്ടോ. പക്ഷെ ബേസിക് ആയിട്ട് നമുക്ക് ഈ ഒരു 3 കളേഴ്സ് അത്യാവശ്യമാണ് കേട്ടോ. പിന്നെ അണ്ടർ സ്കാർഫിൽ തന്നെ ഇതുപോലെ ബാക്കില് സ്ക്രഞ്ചീസ് വരുന്ന ടൈപ്പും ഉണ്ട് കേട്ടോ. ഇത് ഞാൻ ഒരു ടൈം വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. പക്ഷെ ഇങ്ങനെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ
ഓരോ കളറിലും നമ്മൾ ഇത് വരുന്നത് വാങ്ങണം. അല്ലാന്നുണ്ടെങ്കിൽ വൈറ്റും ബ്ലാക്കും ഇതുപോലത്തെ വാങ്ങിയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പൊ നമ്മൾ ഈ ബാക്കിൽ ബൺ ചെയ്ത് വെക്കുന്നതിന് പകരം നോർമൽ ഒരു ബണ്ണ് കൊണ്ട് ഹെയർ ടൈ ചെയ്തിട്ട് അതിനുശേഷം ഈ ക്രഞ്ചീസ് യൂസ് ചെയ്യുന്നതിന് പകരം കേട്ടോ ഈ ഒരു ടൈപ്പ് യൂസ് ചെയ്യുന്നത്. ഇതുകൊണ്ട് ടൈ ചെയ്ത് വെച്ചാലും കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ അണ്ടർ സ്കാർഫും ഈ ക്രഞ്ചി ഇതും ഒരുപോലെ ഒരുമിച്ച് വരുന്ന ഒരു സംഭവമാണിത്. അപ്പൊ ഇങ്ങനത്തെ അണ്ടർ സ്കാർഫ്സ് യൂസ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. ഇനി നമ്മളതിൽ മെയിൻ ആയിട്ട് വേണ്ട ഒരു സംഭവം ഒരു സ്കാർഫാണ്. ഒരു യൂസ് ചെയ്യാത്ത ഒരു സ്കാർഫ് എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കട്ടിയിൽ പണ്ടൊക്കെ വന്നിരുന്നു പശ്മിന സ്കാർഫ്. ഇത് പശ്മിന ഒരു കോട്ടൺ സ്കാർഫ് ആട്ടോ. കോട്ടൺ സ്കാർഫ് ആകുമ്പോൾ നല്ല ടൈറ്റിലിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ഷിഫോൺ സ്കാർഫ്സ് അണ്ടർ ടർബൺ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യരുത്. കോട്ടൺ സ്കാർഫ്സ് യൂസ് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ പശ്മിന ടൈപ്പിൽ വരുന്നതായാലും കുഴപ്പമില്ല. ഇതൊരു നോർമൽ ബ്ലാക്ക് കോട്ടൺ സ്കാർഫാണ് കേട്ടോ. ഇത് ഞാൻ ഓൾറെഡി മടക്കി അയൺ ചെയ്ത് വെച്ചിരിക്കുന്ന കേട്ടോ. ഇത് ഒരു 3-4 വീക്കൊക്കെ ഞാൻ ഇതുപോലെ അയൺ ചെയ്ത് വെക്കും. അത് കഴിഞ്ഞ് നമ്മളെ യൂസിനനുസരിച്ച് എടുത്തിട്ട് ചെയ്യാണ് ചെയ്യാട്ടോ. സോ ഇതുകൊണ്ടാണ് നമ്മൾ ടർബൺ ചെയ്യുന്നത്. ഇതെങ്ങനെ ടർബൺ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ സ്കാർഫ് അണ്ടർ സ്കാർഫ് ഇട്ടതിന് ശേഷം ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ബാക്കിലേക്ക് ട്വിസ്റ്റ് ചെയ്തെടുക്കുക. ഇത് രണ്ടും ഈക്വൽ ലെങ്ത്തിൽ വേണം കേട്ടോ നമ്മൾ ബാക്കിലേക്ക് ട്വിസ്റ്റ് ചെയ്യാൻ. അതിനുശേഷം ഒരു സൈഡ് എടുത്തിട്ട് ഇതിന്റെ ഈ ഒരു എൻഡ് പോർഷൻ ഇല്ലേ, എൻഡ് പോർഷനിലേക്ക് വേണം ഇത് കവർ ചെയ്ത് കൊടുക്കാൻ. അങ്ങനെ കവർ ചെയ്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഈ ഒരു നമ്മുടെ ഈ ഫ്രണ്ട് പോർഷൻ മാത്രം പൊങ്ങി നിൽക്കും, ബാക്ക് സൈഡ് ഫ്ലാറ്റ് ആയിട്ട് നിൽക്കും. അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ എൻഡ് പോർഷനിലേക്ക് കവർ ചെയ്ത് കൊടുക്കണം എന്ന് പറയുന്നത്. എന്നിട്ട് ഈ ഒരു സൈഡ് ബാക്കിലേക്ക് ഇങ്ങനെ ഉള്ളിലേക്ക് പിൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് സൈഡ് ഈ സെക്കൻഡ് ലെയർ വെച്ചതിന്റെ ബാക്ക് എൻഡ് പോർഷനിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് കവർ ചെയ്തെടുക്കുക. ഇതാണ് നമ്മുടെ ടർബന്റെ ഒരു മെത്തേഡ് വരുന്നത് കേട്ടോ. ഈ എൻഡ് നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് പിൻ ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സേഫ്റ്റി പിന്നോണ്ട് പിൻ ചെയ്ത് കൊടുക്കുക. ഞാൻ അങ്ങനെ ചെയ്യില്ല, കാരണം ഞാൻ ഇതിൽ എക്സ്പെർട്ട് ആയിരിക്കുന്നത്. അത് കാരണം ഞാൻ ഇതിന്റെ ഉള്ളിലേക്ക് പിൻ ചെയ്ത് വെച്ച് കൊടുക്കുക ചെയ്യാം. ഇതാണ് ഒരു ടർബൺ മെത്തേഡ് വരുന്നത് കേട്ടോ. ഇത് ഞാനിപ്പോ സ്കാർഫിന്റെ മുകളിലാണ് ചെയ്ത് കാണിച്ചത്. നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് അണ്ടർ സ്കാർഫ് ഇട്ടിട്ട് അതിന് മുകളിൽ ചെയ്യുക. അതിന് ശേഷമാണ് നമ്മൾ സ്കാർഫ് ചെയ്യുക കേട്ടോ. ഇതാണ് നമ്മുടെ അണ്ടർ സ്കാർഫിൽ വരുന്ന ടർബൺ മെത്തേഡ്. ഇങ്ങനെ ടർബൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ചെയ്യുന്ന ഹിജാബ് സ്റ്റൈലൊക്കെ പെർഫെക്റ്റ് ആയിട്ട് വരും. കാരണം ടർബൺ ചെയ്യാതെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഹിജാബ് സ്റ്റൈൽ ഫ്ലോപ്പ് ആവുന്നത്. ഇവിടെ ഇതുപോലത്തെ ഹൈപ്സ് കിട്ടാത്തതും എല്ലാവരും കുറെ പേര് ചോദിക്കലുണ്ട് എന്നോട്, എങ്ങനെയാണ് ഈ അണ്ടർ സ്കാർഫ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ ഹിജാബ് എപ്പോഴും ഇങ്ങനെ പോവാതെ നിൽക്കുന്നത് എന്നൊക്കെ. അതിനെല്ലാം റീസൺ നമ്മൾ ഈ ഉള്ളിൽ ചെയ്യുന്ന ടർബൺ ആണ്. കുറച്ച് ഡിഫിക്കൽട്ടാണ്. കുറെ ടൈമൊക്കെ ഇത് വെച്ചിരിക്കുമ്പോൾ നല്ല ഡിഫിക്കൽട്ടൊക്കെ തോന്നും കേട്ടോ. എന്നാലും നമ്മുടെ ഹിജാബ് പെർഫെക്റ്റ് ആയിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇത് ചെയ്യണം. ഹിജാബ് സ്റ്റൈൽസ് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. സോ അപ്പോൾ ഇതാണ് നമ്മുടെ ഹിജാബ് സ്റ്റൈലിങ്ങിന്റെ ഒരു സീക്രട്ട് വരുന്നത്. ഇനിയുള്ളത് ഞാൻ ഇപ്പൊ ചെയ്തിരിക്കുന്ന ഈ ഒരു ഹിജാബ് സ്റ്റൈലാട്ടോ. ഞാൻ മോസ്റ്റ് കോമൺലി എവിടെ പോകുമ്പോഴും ഞാൻ ഈ ഒരു സ്റ്റൈലാണ് ചെയ്യല്. കാരണം എൻ്റെ ഫേസിന് സ്യൂട്ട് ആകുന്ന സ്റ്റൈൽ ഇതാണ് കേട്ടോ. ഓരോ ഫേസിനും ഓരോ ഫേസ് ഷേപ്പിനും സ്യൂട്ട് ആകുന്ന പലതരം ഹിജാബ് സ്റ്റൈൽസ് ഉണ്ട്. അപ്പൊ അതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാനത് വേറെ ചെയ്യാട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മാത്രം ഞാൻ വേറെ ചെയ്യാം. എൻ്റെതൊരു ഓവൽ ഷേപ്പിലുള്ള ഫേസ് ആണ്. എന്റെ ഫേസിന് സ്യൂട്ട് ആകുന്നത് ഈ ഒരു ഹിജാബ് സ്റ്റൈലാണ് കേട്ടോ. അപ്പൊ ഇതന്നെ ആയിരുന്നു ഞാൻ ഈദ് ഗെറ്റ് റെഡി വിത്ത് മിക്കും ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴാട്ടോ എനിക്കിങ്ങനെ കമന്റ്സ് വന്നത് ഇതെങ്ങനെ ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാന്നുള്ളതാണ് ഞാൻ അടുത്തത് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ ഞാനിതാ ഈ ഒരു ചെറിയ പോർഷൻ ഇല്ലേ, ഇതിങ്ങനെ ഒന്ന് ബാക്കിൽക്കൊന്ന് ആക്കി കൊടുത്തിട്ട് ഒരു ചെറിയ ലെയർ പോലെ ഇവിടെ ആക്കിയിട്ടാട്ടോ ഫ്രണ്ടിൽ ചെയ്യാം. അപ്പോൾ ഒരു സൈഡ്, ഈ ഒരു സൈഡ് ചെറുതും ഈ സൈഡ് വലുതായിട്ടാട്ടോ ചെയ്യാം. എന്നിട്ട് ഞാൻ പറയുന്നത് ഈ ഒരു ടർബണിനെ പറ്റിയിട്ടാണ്. ടർബൺ നമ്മൾ നല്ല വൃത്തിയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഭംഗിയിൽ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു
ഒരു ഹൈപ്പ് കിട്ടും. അപ്പൊ ഇതാണ് എല്ലാവരുടെയും പ്രശ്നം. ഇങ്ങനെ കിട്ടുന്നില്ല, ഇത് നിൽക്കുന്നില്ല, ഇതിങ്ങനെ ഒടിഞ്ഞു കിടക്കണം. അത് ഒടിഞ്ഞു കിടക്കാനുള്ള കാരണം എന്ന് പറഞ്ഞത് നമ്മുടെ ഹെഡിന്റെ ഷേപ്പ് ഫ്ലാറ്റ് ആണ്, അല്ലെങ്കിൽ റൗണ്ട് ആയിരിക്കും. ഇങ്ങനെ ഒരു ടർബൻ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ ഒരു ഷേപ്പിൽ വരും. അതാണ് ഇതിന്റെ ഒരു സീക്രട്ട് എന്ന് പറയണത് കേട്ടോ. ഇനിയിപ്പോ ഇത് ഞാനിവിടെ പിൻ ചെയ്യാണ്. കണ്ടില്ലേ, ഈ ഷേപ്പ് ഇവിടെ ഇതുപോലെ തന്നെ നിൽക്കും, ഇത് പോകുന്നില്ല കേട്ടോ. എൻ്റെ ഒരു ഫേസ് ഷേപ്പ് അനുസരിച്ച് ഞാനിതാ ഈ ഒരു പോർഷൻ ഇല്ലേ ഇവിടെ വെച്ചിട്ടാണ് ഞാനിത് ഉള്ളിലേക്കാക്കി കൊടുക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓരോ ഫേസ് ഷേപ്പിനും ഓരോ രീതിയിലാണ് സ്കാർഫ് ചെയ്യേണ്ടത്. ഓരോ ഫേസ് ഷേപ്പിനും ഡിഫറെന്റ് ആയിട്ടുള്ള സ്കാർഫിങ് മെത്തേഡ് ചെയ്ത് കഴിഞ്ഞാലാണ് അത് കാണാൻ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. എല്ലാവരും എല്ലാ ഷേപ്പിലും നമ്മൾ ചെയ്യുന്ന പോലെ ഹിജാബ് സ്റ്റൈല് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവർക്ക് സ്യൂട്ടായിന്ന് വരില്ല. അപ്പൊ ഞാൻ ചെയ്യുന്ന ഈ ഒരു ഹിജാബ് സ്റ്റൈല് എന്റെ പോലെ അല്ലാത്ത വേറെ റൗണ്ട് ഷേപ്പിലുള്ളവർക്കായാലും നീളനുള്ള മുഖമുള്ളവർക്കൊക്കെ ആയാലും അത് ചിലപ്പോൾ മാച്ച് ആയിന്ന് വരില്ല. രസം ഉണ്ടാവും, പക്ഷെ അവർക്ക് മാച്ചുള്ള പല മെത്തേഡ്സും വീണ്ടും ഉണ്ടാവും കേട്ടോ. അപ്പൊ അത് നോക്കണം. അങ്ങനത്തെ വീഡിയോ വേണമെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യും, ഞാൻ ചെയ്യാട്ടോ. അപ്പൊ ഇവിടെ വെച്ചിട്ട് ഇതിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക, പിൻ ചെയ്യുക. ഇങ്ങനെ ചെയ്യാല് നമ്മൾ പിൻ യൂസ് ആക്കുന്നതിന് പകരം തന്നെ മാഗ്നറ്റ്സ് ഇപ്പൊ വരുന്നുണ്ട്. ഒരുപാട് ടൈപ്പിലുള്ള ഹിജാബ് പിൻസ് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ പിന്ന് യൂസ് ആക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഹിജാബ് കേടാവും, ഇത് വലിയും, പിന്നിന്റെ ഉള്ളിൽ കുടുങ്ങിയിട്ട് വലിയും. ഇതുപോലത്തെ ഷിഫോൺ ഹിജാബ്സ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് കേടാവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ മാഗ്നറ്റ് പിൻസിലേക്ക് മാറണമെന്നുണ്ട്. ഇൻഷാല്ലാ ഞാൻ അതിനെ പറ്റിയിട്ട് വേണമെങ്കിൽ വീഡിയോ ചെയ്യാം കേട്ടോ. ഞാൻ ഇപ്പോഴും സാധാരണ പിൻ തന്നെ കേട്ടോ യൂസ് ചെയ്യുന്നത്. അതാണ് കുറച്ചും കൂടി ഒരു സേഫ്റ്റി പോലെ എനിക്ക് തോന്നുന്നത്. കാരണം കുറച്ച് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ മാഗ്നറ്റ് പോവോ ഇല്ലെന്നൊന്നും അറിയില്ല. ഞാനത് യൂസ് ചെയ്തിട്ട് അതിനെ പറ്റിയിട്ടുള്ള ഇത് പറഞ്ഞു തരാം കേട്ടോ. ഞാനൊരു സേഫ്റ്റി പിന്ന് യൂസ് ചെയ്തിട്ടാണ് ഇത് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്ത് അടിയിലൂടെ പിൻ ചെയ്യാണ്. ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നത് തന്നെയാവും, എന്നാലും പറഞ്ഞു തരാം കേട്ടോ. ഫ്രണ്ടിലൂടെ പിൻ ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലൂടെ പിൻ ചെയ്താൽ നല്ല വൃത്തികേടാട്ടോ കാണാൻ. പിന്നെ ഫ്രണ്ടിൽ കണ്ടു കഴിഞ്ഞാൽ വൃത്തികേടാണ്. അപ്പൊ പിന്നിങ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി ഈ ഒരു പോർഷനില്ലേ, ഈ ഒരു ലെയറും ഇല്ലേ, ഇതൊന്നും ഞാൻ സെപ്പറേറ്റ് ചെയ്തെടുത്തതല്ല. ഇത് നമ്മളിങ്ങനെ മടക്കി പിടിച്ച് ഇതുപോലെ പിൻ ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ ലെയേഴ്സ് വരും. ഈ ലെയർ വരാനും കാരണം നമ്മൾ ഉള്ളിൽ ചെയ്തിട്ടുള്ള ടർബൻ ആട്ടോ. അപ്പൊ അങ്ങനെ ടർബൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ലെയേഴ്സ് വരാനൊന്നും ചാൻസ് ഇല്ല. ഞാൻ ഇവിടുന്ന് വേറൊരു ലെയർ എടുക്കണം കേട്ടോ. ഓക്കെ, എന്നിട്ട് ഈ ഒരു സൈഡിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന പിന്ന് ഇതാണ്. നമ്മൾ മോസ്റ്റ്ലി കുറച്ച് മുന്നേ വരെ യൂസ് ചെയ്തിരുന്നത് ഇവിടെ ഒരു ബോൾ ആയിട്ടുള്ള ഒരു ബോൾ പിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പിന്നാട്ടോ ഹിജാബിന്. പക്ഷെ ഇപ്പൊ ഇങ്ങനത്തെ പിൻസ് അവൈലബിൾ ആണ്. ഇവിടെ ഇങ്ങനെ ആ ബോൾസ് ഇല്ലാത്ത പിന്നാട്ടോ, പേള് വരുന്ന ആ പിന്നില്ല, അതില്ലാത്തതാണ്. ഇതുകൊണ്ട് പിൻ ചെയ്യണമെങ്കിൽ നമ്മൾ പിൻ ചെയ്തത് കാണില്ല, ഒരുപാട് പേൾസ് ഇങ്ങനെ ഇവിടെ നിൽക്കുന്നത് കാണില്ല കേട്ടോ. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ഈ പിൻ ഇവിടെ ഉള്ളത് അറിയുന്നില്ല കേട്ടോ. ഇനി ഞാനിത് ഇവിടെ വെച്ചിട്ട് ഒരു സേഫ്റ്റി പിന്നും കൂടി എടുത്തിട്ട് ബാക്കിലൂടെ പിൻ ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ഡ്രസ്സിനായിട്ട് പിൻ ചെയ്യുന്നതാട്ടോ നല്ലത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. നമ്മുടെ നെക്സ്റ്റ് ഹിജാബ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഫ്രണ്ട് കവറേജ് ആയിട്ടുള്ള ഹിജാബ് സ്റ്റൈൽ. അപ്പൊ കുറെ പേര് ചോദിക്കുന്നതാണ് ഫ്രണ്ട് കവറേജ് ആയിട്ടുള്ള ഹിജാബ് സ്റ്റൈൽ എങ്ങനെയാണ്. ചിലർക്കെല്ലാം ചില ഡ്രസ്സിനായാലും അതുപോലെ തന്നെ ഫ്രണ്ട് കവറേജ് ഉള്ള ഹിജാബ് സ്റ്റൈൽസ് ആയിരിക്കും കൂടുതൽ ഇഷ്ടം. ഫുള്ളി കവർ ചെയ്യുന്ന ഇതാണ് നെക്സ്റ്റ് ഹിജാബ് സ്റ്റൈൽ വരുന്നത് കേട്ടോ. ഇതൊരു പാർട്ടി വെയർ ഡ്രസ്സാണ്. അതിലേക്ക് മാച്ച് ചെയ്തിട്ട് ഒരു ഷിഫോൺ ഹിജാബ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ഹിജാബ്
ഹിജാബ് സ്റ്റൈൽ എടുത്തിരിക്കുന്നത്. അടിപൊളിയായിട്ടുള്ള ഒരു ഹിജാബ് സ്റ്റൈലാട്ടോ. നമുക്കിപ്പോൾ ഒരു മാരേജ് ഫംഗ്ഷന് പോകുമ്പോഴായാലും പുറത്തു പോകുമ്പോഴായാലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹിജാബ് സ്റ്റൈലാണ്. നമുക്ക് ഫുള്ളി കവേർഡ് ആണ്, ഫ്രണ്ട് സൈഡ് കവേർഡ് ആണ്, അതുപോലെ തന്നെ ബാക്ക് സൈഡും നല്ല രീതിയിൽ കവേർഡ് ആയിട്ടുള്ള ഒരു ഹിജാബ് സ്റ്റൈലാട്ടോ. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഹിജാബ് സ്റ്റൈൽ വരുന്നത്. അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. സോ ഞാനൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലുള്ള ഷിഫോൺ സ്കാർഫ് ആട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഡ്രസ്സിനേക്കാളും ഒരു ഷെയ്ഡ് കുറവാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു സ്കാർഫിനുള്ളത്. ഞാനിവിടെ അണ്ടർ സ്കാർഫായിട്ട് ലൈറ്റ് ബേജ് കളറുള്ള സ്കാർഫാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഒരു ന്യൂട്രൽ ഷെയ്ഡിലുള്ളത്. അതുപോലെ തന്നെ ഈ ടർബൺ ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് കളർ കൊണ്ടാട്ടോ. അപ്പോൾ വൈറ്റ് കളർ ചെയ്ത് കഴിഞ്ഞാൽ പുറത്തേക്ക് നിഴലടിച്ച് കാണും, അത് കാരണമാണ് ബ്ലാക്ക് ഷെയ്ഡിലുള്ള ടർബൺ എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ ഒരു സൈഡ് ചെറുതും ഈ സൈഡ് വലുതും അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമ്മൾ നോർമലി ഇവിടെ പിൻ ചെയ്യുന്ന പോലെ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അടിയിലൂടെ എടുത്ത് പിൻ ചെയ്യാൻ വേണ്ടി നോക്കുക, ഫ്രണ്ടിൽ കൂടെ പിൻ ചെയ്യരുത് കേട്ടോ. നോർമലി നിങ്ങൾ മാഗ്നറ്റ്സ് ഒക്കെ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യണം. ഇനി ഇതാ ഞാനൊരു പിൻ എടുത്തിട്ടുണ്ട്. ഈ പിന്നു കൊണ്ട് നമ്മളിതാ ഈ ഒരു ഹൈപ്പില്ലേ ഇത് കറക്റ്റായിട്ട് ബാക്കിലേക്കൊന്ന് വലിച്ചു പിടിക്കുക. എന്നിട്ട് ഈ പിന്നു കൊണ്ട് ഒരു 1, 2, 3 വട്ടം അപ്പ് ആൻഡ് ഡൗൺ പിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. സോ നമ്മുടെ ഈ ഹൈപ്പ് ഇവിടെ കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് ഇനി തീരെ മടങ്ങുകയോ പോവുകയൊന്നും ചെയ്യില്ല, കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ നിൽക്കും കേട്ടോ. ഇനി വേണ്ടത് ഈ ഒരു സൈഡില്ലേ ഈ ചെറിയ സൈഡ് ബാക്കിലേക്ക് ഇടുക. ഈ വലിയ സൈഡിലത്തെ ഈ ഒരു പോർഷനിൽ വെച്ചിട്ട് നമുക്ക് എത്രയാണോ ഇവിടേക്ക് വേണ്ടത് ആ ഒരു പോർഷനിൽ വെച്ചിട്ട് ഒന്ന് മടക്കുക. എന്നിട്ട് ഈ സൈഡിലേക്ക് കൊണ്ടുപോയി ഇവിടെ ഒരു പിൻ ചെയ്യാം. ഈ പിൻ ചെയ്യുന്നതെല്ലാം ആ ടർബൻമേൽക്ക് ഔട്ടോ നമ്മൾ പിൻ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അത് ശ്രദ്ധിക്കുക. 1, 2 പിൻസ് നമുക്ക് യൂസ് ചെയ്തിട്ട് സെക്യൂർ ആയിട്ട് വെക്കാം കേട്ടോ. സോ ഇത്രയും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി വേണ്ടത് ഈ ഒരു സൈഡ് ഇങ്ങോട്ട് വെച്ചു കൊടുക്കുക. എന്നിട്ട് ഇവിടെ സെക്യൂർ ആയിട്ട് പിൻ ചെയ്യാം. ഓക്കെ, സോ ഇതുപോലൊരു സേഫ്റ്റി പിന്നു കൊണ്ട് ഉള്ളിലൂടെ പിൻ ചെയ്ത് കൊടുക്കുക. സോ ഞാനിതാ ഇതിനുള്ളിലൂടെ എടുത്തിട്ട് പിൻ ചെയ്യണം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ. ഫ്രണ്ട് കവറേജ് ഒരു പാർട്ടി വെയർ ലുക്ക് ആട്ടോ ഇത്. ഇതിന്റെ ബാക്ക് പോർഷൻ എങ്ങനെയാണ് വരിക? നമ്മുടെ തേർഡ് ഹിജാബ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഒരു ഓഫീസ് ലുക്ക് അല്ലെങ്കിൽ ഒരു ഹുഡിയുടെ കൂടെയും അല്ലെങ്കിൽ ടീഷർട്ടിന്റെ കൂടെ ഒക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഹിജാബ് സ്റ്റൈലാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ആ ഒരു ഹിജാബ് സ്റ്റൈൽ വരുന്നത്. നോർമലി വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഹിജാബ് സ്റ്റൈലാണ്. ഒരുപാട് സ്കാർഫ് ഇങ്ങോട്ട് ഇടണ്ട എല്ലാം കൂടി ഒന്ന് സെക്യൂർ ആക്കിയിട്ട് വെച്ചിട്ടുള്ള ഒരു ഹിജാബ് സ്റ്റൈലാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ലാസ്റ്റത്തെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഹിജാബ് സ്റ്റൈൽ വരുന്നത്. ഈ 3 ഹിജാബ് സ്റ്റൈൽസും എൻ്റെ ഫേവറേറ്റ് ഐറ്റംസ് ആട്ടോ. 3 ഡിഫറെന്റ് ഒക്കേഷൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഹിജാബ് സ്റ്റൈൽസ് ആണ്. ഫസ്റ്റത്തേത് ഒരു കാഷ്വലി നമ്മളിപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തേത് ഒരു ഫങ്ഷൻസിന്, എന്തെങ്കിലും മാരേജ് ഫങ്ഷൻസിനൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ദ വർക്കിംഗ് ടൈപ്പ് ഹിജാബ് സ്റ്റൈൽ. അപ്പോൾ ഇതാണ് ലാസ്റ്റ് വൺ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഹിജാബ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് അണ്ടർ സ്കാർഫും ബ്ലാക്ക് ടർബൻ ആട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാനൊരു പഷ്മിന ബ്ലാക്ക് ഹിജാബാണ് എടുത്തിരിക്കുന്നത്. ഇത് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ തന്നെ
ഒരു സൈഡ് ചെറുതും ഒരു സൈഡ് വലുതാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഫ്രണ്ടിലൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നന്നായി സെക്യൂർ ചെയ്ത് ഇവിടെ പിൻ ചെയ്തെടുക്കുക കേട്ടോ. ഒരു പിന്ന് യൂസ് ചെയ്തിട്ട് ഈ ഒരു പോർഷൻ വലിച്ചു പിടിക്കുക, ഇവിടെ പിൻ ചെയ്തെടുക്കുക. ഓക്കെ, ഇനി ഈ ഒരു ലോങ്ങർ സൈഡില്ലേ ഇത് ബാക്കിലൂടെ കൊണ്ടുവരിക, ഫ്രണ്ടിൽ കിടുക. ഈ ഒരു ലോവർ സൈഡ് ഇതിൽ നിന്ന് ബാക്കിൽ കൊടുക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഓഫീസിൽ പോകുന്നവർക്കായാലും അതുപോലെ തന്നെ കോളേജ് സ്റ്റുഡൻസിനൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ലുക്കാണ് കേട്ടോ ഇത്. പിന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കേട്ടോ, ഹിജാബ്സ് സെലക്ട് ചെയ്യുന്നത്. ഞാൻ മുമ്പൊക്കെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സിലുള്ള ഹിജാബ്സ് ഒക്കെയാണ് സെലക്ട് ചെയ്തിരുന്നത്. കാരണം അങ്ങനത്തെ ബ്രൈറ്റ് ഹിജാബ്സ് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഫേസ് നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കും, അങ്ങനെയൊക്കെ ആട്ടോ ഞാൻ ചിന്തിച്ചിരുന്നത്. കുറേ പേരൊക്കെ അങ്ങനെ തന്നെ ചിന്തിക്കാന്ന് തോന്നുന്നത്. പക്ഷെ അങ്ങനത്തെ ഹിജാബ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ നമ്മളെ അറ്റയറിന്റെ ഒക്കെ എല്ലാ ലുക്കും പോകുന്നുള്ളതാണ് വാസ്തവം. കാരണം നമുക്കൊരു സ്റ്റാൻഡേർഡ് ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ഹിജാബ്സ് സെലക്ട് ചെയ്യുക. ഹിജാബ്സ് ലൈറ്റ് ആയിട്ടുള്ള സെലക്ട് ചെയ്താൽ നമ്മളെ ഫേസ് ഡിം ആവുമെന്നൊക്കെ വിചാരിക്കും ചിലര്. പക്ഷെ ഫേസിൽ അത്യാവശ്യം നല്ല ഒരു ഗ്ലോയി മേക്കപ്പ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ലൈറ്റ് പേസ്റ്റൽ ഷെയ്ഡ്സിലുള്ള ഹിജാബ്സ് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലുക്കേ അങ്ങനെ മാറും. നമ്മുടെ ആ ഒരു അച്ചയറിന്റെ ഫുൾ ആയിട്ടുള്ള ആ ഒരു ഭംഗി നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റും കേട്ടോ. അപ്പൊ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് പേസ്റ്റൽ ഷെയ്ഡ്സ്, അതുപോലെ തന്നെ വൈറ്റില് ഓഫ് വൈറ്റ് കളർ, ബ്രൈറ്റ് വൈറ്റ് സെലക്ട് ചെയ്യാതെ ഇതുപോലത്തെ ഓഫ് വൈറ്റ്, ബേജ് അതുപോലത്തെ ഷെയ്ഡ്സ് നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടി നോക്കാം. അപ്പൊ ഇതൊരു ടിപ്പാട്ടോ, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുക്കുക. അത് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതുപോലത്തെ കളേഴ്സ് ഒക്കെ ചൂസ് ചെയ്യാട്ടോ. ഞാനിപ്പോ എനിക്ക് ചെയ്തിട്ട് ഡിഫറൻസ് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. ഞാൻ കൂടുതലും ബ്രൈറ്റ് ഷെയ്ഡ്സ് ആണ് ആദ്യം യൂസ് ചെയ്തിരുന്നത് ഹിജാബ്സിൽ. പക്ഷെ ലൈറ്റ് ഷെയ്ഡ്സിലേക്ക് വന്നപ്പോൾ എനിക്ക് ഫസ്റ്റിലൊക്കെ അതിലോടൊന്ന് മാച്ച് ചെയ്ത് പോവാൻ കുറച്ച് ടൈം എടുത്തു. എന്റെ ഫേസ് ആകെ ഡിമ്മായിട്ട് നിൽക്കുന്നുണ്ടോ എന്നൊക്കെ തോന്നിയിരുന്നു. പക്ഷെ അത് യൂസ് ചെയ്ത് വന്നപ്പോൾ നമ്മുടെ ആ ലുക്ക് അങ്ങനെ ഉണ്ട് മാറും കേട്ടോ. നമ്മുടെ ഇടുന്ന ഡ്രസ്സിന്റെയും നമ്മളുടെ ആ ഫേസിന്റെ ഒക്കെ ഒരു ലുക്ക്, ഒരു സ്റ്റാൻഡേർഡ് ഫീലിംഗ് തോന്നും. കാരണം കുറെ ബ്രൈറ്റ് ആയിട്ടുള്ള സ്കാർഫ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ആ മൊത്തം അറ്റയറിന്റെ ലുക്ക് അങ്ങനെ പോകുന്ന പോലെ തോന്നാറുണ്ട്. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കട്ടോ. ലൈറ്റ് ഷെയ്ഡ്സിലുള്ള സ്കാർഫ്സ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ യൂസ് ചെയ്യുന്ന സ്കാർഫ്സിന് മാച്ച് ആയിട്ടുള്ള അണ്ടർ സ്കാർഫ്സ് യൂസ് ചെയ്യുക. അണ്ടർ സ്കാർഫ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാളും ലൈറ്റ് ആയിട്ടുള്ളത് യൂസ് ചെയ്യാൻ പാടില്ല. നമ്മൾ ഇടുന്ന സ്കാർഫിന്റെ ഒരു ഷെയ്ഡ് കൂടുതൽ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിപ്പോ ഞാൻ വൈറ്റ് ആണ്, അതിനേക്കാൾ ഒരു ഷെയ്ഡ് കൂടുതലാണ് ഞാൻ ഇത് ഇട്ടിരിക്കുന്നത് അണ്ടർ സ്കാർഫ്. അതുപോലെ ഉള്ള കളേഴ്സ് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ബ്ലാക്ക് ആണ് ഇടുന്നെങ്കിൽ ബ്ലാക്ക് ഷെയ്ഡ് തന്നെ യൂസ് ചെയ്യുക. പക്ഷെ വൈറ്റിന് ഒരിക്കലും ബ്ലാക്ക് മാച്ച് ആവില്ല കേട്ടോ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ചെറിയ ചെറിയ ടിപ്സ് ആണ്, അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഏതൊരു കളർ ഡ്രസ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇതൊരു യെല്ലോ ഷെയ്ഡിലുള്ള കളർ ഡ്രസ്സാണ്. ഈ കളറിന്റെ സെയിം കളറിലുള്ള ഹിജാബ് ഒരിക്കലും നിങ്ങൾ സെലക്ട് ചെയ്തരുത്. അതുപോലെ തന്നെ ഈ കളറിനേക്കാളും ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കളർ കൂടി സെലക്ട് ചെയ്യരുത്. ഈ കളറിനേക്കാളും ഒന്ന് ലൈറ്റ് ആയിട്ടുള്ള കളർ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ തീരെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഷെയ്ഡ് കൂടുതലുള്ള കളർ യൂസ് ചെയ്യുക. അത്രേ നമുക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ കുറെയൊക്കെ നമ്മുടെ ഹിജാബ് സ്റ്റൈലിലും നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രസ്സുകൾക്ക് മാച്ച് ആയിട്ടൊക്കെ നമുക്ക് ഹിജാബ്സ് സെലക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഷിഫോണിലുള്ള ഹിജാബ്സ് സെലക്ട് ചെയ്യാൻ നോക്കുക. കാരണം ഷിഫോൺ ആണ് കുറച്ചും കൂടി ഒരു എലഗൻ ലുക്ക് നമുക്ക് കിട്ടുക. കൂടുതലും കോട്ടൺ ഹിജാബ്സ്, അതുപോലെ തന്നെ ഒരുപാട് പ്രിന്റുകളുള്ള ഹിജാബ്സ്, ഒരുപാട് കളേഴ്സ് വരുന്ന ഹിജാബ്സ് ഒക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മൊത്തം ആ ലുക്ക് അതിനെ ഒരു
ഭംഗി കുറവ് പോലെ തോന്നും. കാരണം കൂടുതലായിട്ട് ആ ഹിജാബിനെ നമ്മൾ ആണ് എടുത്ത് കാണിക്കുക, നമ്മളെ കാണില്ല. പെട്ടെന്ന് തന്നെ നമ്മൾ നോക്കുമ്പോൾ ആ ഹിജാബ് മാത്രം നമ്മൾ ആളുടെ കാണുള്ളൂ. അത്രയും ഒരുപാട് വർക്ക്സ് ഒക്കെ വരുന്ന ഹിജാബ്സ് ഒക്കെ ഇടില്ലേ, ഒരുപാട് പ്രിന്റുകളും കാര്യങ്ങളൊക്കെ വരുന്ന ഹിജാബ്സ് ഇടുമ്പോൾ ഉള്ള ഒരു പ്രശ്നമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഇനിയുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ എന്റെ കയ്യിലുള്ള കുറച്ച് ഹിജാബ് കളക്ഷൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇതാണ് എന്റെ കയ്യിലുള്ള ഒരു ഹിജാബ് കളക്ഷൻ എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇതിൽ ഫുൾ ആയിട്ടുള്ളത് ലൈറ്റ് ഷെയ്ഡ്സ് ആണ്. 1 or 2 ഡാർക്ക് ഷെയ്ഡ്സ് കാണും, ഒരു ബ്ലാക്ക് ഹിജാബ് കാണും. ഒരു ബ്ലാക്ക് ഹിജാബ് നമ്മളുടെ കയ്യിൽ മസ്റ്റ് ആട്ടോ, അത് ഷിഫോണിലുള്ള ബ്ലാക്ക് ആണെങ്കിലാണ് നല്ലത്. അതുപോലെ തന്നെ ഇതെല്ലാം ഓരോ ഷെയ്ഡിന്റെ കളേഴ്സ് കൂടി വരുന്നതിനനുസരിച്ചാണ് ഞാനിത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത്രയും ഹിജാബ്സ് ആട്ടോ എന്റെ കയ്യിലുള്ളത്. പിന്നെയും കുറച്ച് കളേഴ്സ് ഉണ്ട്, പക്ഷെ ഞാൻ ഈ പേസ്റ്റൽ കളേഴ്സ് ഒക്കെ ഒരു അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. ഓരോ ഷെയ്ഡിന്റെ ആ ഷെയ്ഡ് കൂടി വരുന്നതിനനുസരിച്ചാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു പേസ്റ്റൽ കളേഴ്സിന്റെ ഹിജാബ് കളക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ എല്ലാ ഡ്രസ്സിന്റെ കൂടെ നമുക്കത് മാച്ച് ചെയ്തിടാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ഷെയ്ഡ് കണ്ടില്ലേ, ഈ ഒരു ഷെയ്ഡ്, ഈ ഒരു ബേജ് കളർ ഷെയ്ഡ്, അതുപോലെ തന്നെ ഇതുപോലത്തെ ഓഫ് വൈറ്റ് ഷെയ്ഡ്, അങ്ങനത്തെ ഷെയ്ഡ്സ് ഒക്കെ നമ്മളതിൽ മസ്റ്റ് ആയിട്ട് വേണ്ടതാണ്. ഏത് ഡ്രസ്സിന്റെ കൂടെയും ഇത് മാച്ച് ആയിട്ട് പോകും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഹിജാബ്സ് സെലക്ട് ചെയ്യുമ്പോഴും ഹിജാബ് സ്റ്റൈൽസ് ചൂസ് ചെയ്യുമ്പോഴൊക്കെ നമ്മളുടെ ഫേസും നമ്മളുടെ ഫേസിന് പറ്റിയ ഹിജാബ് സ്റ്റൈൽസും നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പൊ എനിക്കറിയുന്ന കുറച്ച് സ്റ്റൈൽസ് ആട്ടോ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഇനി അറിയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യുക. ഇൻഷാല്ലാ ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അൻറ്റിൽ ദാൻ ടേക്ക് കെയർ, ബൈ ബൈ.